ഞാൻ വന്നതോ ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനാണ്. അത് നിനക്ക് സമൃദ്ധമായി ജീവൻ നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. വീണ്ടും നമ്മൾ കടന്നു പോകുമ്പോൾ ഗോൽഗോത്തയിലെത്തി. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കടന്നു ചെന്ന് കുരിശ് യാത്രയൊക്കെ അവസാനിച്ച് അവനെ കുരിശിൽ തറച്ചു. 3 ആണികളാൽ. ഓർക്കണം, അവരെ ആ 2 കൈത്തണ്ടയിലും പടയാളികൾ ചവിട്ടിപ്പിടിച്ചിട്ട് കൈയുടെ മണിച്ചട്ടത്തിലാണ് ആണി തറച്ചത്. മണിച്ചട്ടത്തിൽ ആണി തറച്ചിട്ട് 2 കൈയിലും മണിച്ചട്ടത്തിൽ ആണി തറച്ചിട്ട് കാല് ഉറപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ കാല് വെക്കേണ്ട ഭാഗത്ത് എത്തത്തില്ല. ലംബമായിട്ടാണ് ഇവർ വെച്ച് തറച്ചത്. ആ പടയാളികൾ കുരിശിൽ ചവിട്ടിപ്പിടിച്ച് കിഴിപ്പോട്ട് വലിച്ച് ആ പാദം വെക്കാൻ ഉദ്ദേശിച്ച പടി വരെ വലിച്ചു നീട്ടി. അപ്പോൾ ആ കൈത്തണ്ടയിൽ അടിച്ച ആണി കീറി ഉള്ളം കൈയിലെത്തിയപ്പോൾ ആ ഉള്ളം കൈയിൽ ചോര കൊണ്ട് പൊതിഞ്ഞു. അവിടെ നിൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ജെറമ്യ 1:5 പറഞ്ഞു, നിൻ്റെ നാമം എൻ്റെ ഉള്ളം കൈയിൽ